ലോക കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് ഈ യൂണിവേഴ്സിന്റെ സാധ്യതകളെക്കുറിച്ച് അത്ഭുതം തോന്നി. ചിത്രത്തിലെ നിഗൂഢ കഥാപാത്രത്തെ മമ്മൂട്ടി അവതരിപ്പിക്കുന്നതും അയാൾ ഈ യൂണിവേഴ്സിലെ മറ്റു കഥാപാത്രങ്ങൾക്ക് താനോസ് തലത്തിലുള്ള ഭീഷണിയാവുന്നതുമൊക്കെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ സാധ്യതകൾ വളരെ ആവേശകരമാണ്. മലയാള സിനിമയിലെ പുതിയ തലമുറയിലെ ചലച്ചിത്ര പ്രവർത്തകരും അഭിനേതാക്കളുമാണ് ഇത്തരത്തിലുള്ള ആവേശവും പുതുമയും കൊണ്ടുവരുന്നത്. അതിനാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മലയാള സിനിമയിലെ അത്യന്തം ആവേശകരമായ ചില പുതിയ പ്രോജക്റ്റുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു കാലത്ത് ഇന്ത്യൻ സിനിമയിലെ നിസ്സംശയമായും പരീക്ഷണങ്ങളുടെ കേന്ദ്രമായിരുന്നു മലയാള ചലച്ചിത്ര വ്യവസായം. മനസ്സിനെ പിടിച്ചുലച്ച മനഃശാസ്ത്രപരമായ ത്രില്ലറുകൾക്ക് പുതിയ മാനം നൽകിയ മണിച്ചിത്രത്താഴ് പോലുള്ള ചിത്രങ്ങളും ഇന്ത്യയിലെ ആദ്യത്തെ 3D ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ പോലുള്ളവയും തീർച്ചയായും അസാധാരണവും കാലത്തിനു മുൻമേ സഞ്ചരിച്ചതുമായിരുന്നു. ഈ സിനിമകൾ വെറും വിജയങ്ങളായിരുന്നില്ല, അവ അതിരുകൾ ഭേദിച്ചു. എന്നാൽ 90കളുടെ പകുതിയോടെ എന്തോ ഒരു മാറ്റം സംഭവിച്ചു. മലയാള സിനിമയ്ക്ക് ഒരു ചെറിയ കാലയളവിൽ പരീക്ഷണങ്ങൾ നടത്താനുള്ള കഴിവ് നഷ്ടപ്പെട്ടതായി തോന്നി. തമിഴ്, തെലുങ്ക് പോലുള്ള മറ്റ് വ്യവസായങ്ങളുടെ വാണിജ്യ ഫോർമുലകളെ അനുകരിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ അതിൻ്റെ തനതായ മൗലികതയുടെ ഒരു ഭാഗം നഷ്ടപ്പെടുത്തുകയും ചെയ്തു. എന്നിരുന്നാലും 2010കൾ അവസാനിക്കാറായപ്പോൾ അസാമാന്യ പ്രതിഭകളായ ഒരു കൂട്ടം ചലച്ചിത്ര പ്രവർത്തകരും അഭിനേതാക്കളും ഉയർന്നുവന്നു. അവർ പരമ്പരാഗത രീതികളെ വെല്ലുവിളിക്കാൻ ഭയപ്പെട്ടവരായിരുന്നു. വ്യവസായത്തിലേക്ക് പുതിയ ആശയങ്ങളും യാഥാർത്ഥ്യബോധമുള്ള ആഖ്യാനങ്ങളും നൂതനമായ കഥ പറച്ചിലും സന്നിവേശിപ്പിച്ചു. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമ തിരികെ എത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ദേശീയ തലത്തിൽ കഥ പറച്ചിലിനും ചലച്ചിത്ര നിർമ്മാണത്തിനും പുതിയ നിർവചനം നൽകുകയുമാണ്. ഇതൊരു യഥാർത്ഥ നവോത്ഥാനമാണ്. അതിനാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മലയാള സിനിമയിലെ അത്യന്തം ആവേശകരമായ ചില പുതിയ പ്രോജക്റ്റുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആദ്യമായി ജംബി. വിശദാംശങ്ങൾ ഇപ്പോഴും രഹസ്യമായി തുടരുന്നെങ്കിലും അതിന്റെ തനതായ സമീപനത്തിന് കാരണം ജംബി ഇതിനകം തന്നെ ശ്രദ്ധ നേടുന്നുണ്ട്. തിരികെ എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം ചെയ്ത ജോർജ് കോരയാണ് ഇത് സംവിധാനം ചെയ്യുന്നത്. ഈ പ്രോജക്റ്റ് ഒരു നിഗൂഢതയിൽ പൊതിഞ്ഞിരിക്കുന്നു. അത് അതിന്റെ ആകർഷണം വർദ്ധിപ്പിക്കുന്നു. ആദ്യകാല പ്രമോഷണൽ ഉള്ളടക്കങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ ചിത്രം മലയാളത്തിലെ ആദ്യത്തെ സോംബി ഹൊറർ ചിത്രമായിരിക്കുമെന്നാണ്. ഒരുപക്ഷെ കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പശ്ചാത്തലത്തിലെ ഒരു പുരാതന ശാപമോ ഒരു രഹസ്യ സമൂഹവുമോ ആകാം. ഞങ്ങളുടെ പട്ടികയിലെ അടുത്തത് ഡയസ് ഐറെ ആണ്. കോപത്തിന്റെ ദിവസം എന്നർത്ഥം വരുന്ന ലാറ്റിൻ ശീർഷകം തന്നെ അതിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഒരു സൂചന നൽകുന്നു. ഭീതി നിറഞ്ഞ ഭൂതകാലം സമ്മാനിച്ച രാഹുൽ സദാശിവനാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. പ്രണവ് മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു ഭീതിതരമായ സൈക്കോളജിക്കൽ ഹൊറർ ചിത്രമാണിത്. 2025 ഹാലോവീനിന് റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഈ സ്കെയിലിൽ മലയാള സിനിമ ഹൊറർ പരീക്ഷണങ്ങൾ നടത്തുന്നത് വളരെ വിരളമാണ്. ഡയസ് ഐറെ വിജയിച്ചാൽ ഇത് ഇന്ത്യൻ ഹൊറർ സിനിമയെ പുതുക്കി നിർവചിക്കാൻ സാധിക്കും. ഇത് ഭയത്തിന് ജംസ്കെയറുകൾ ആവശ്യമില്ല എന്ന് കാണിക്കുകയും ചെയ്യും. ഗഗനചാരി ഒരുക്കിയ അരുൺ ചന്തുവിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് വാല. നർമ്മവും സയൻസ് ഫിക്ഷനും കൂട്ടിയിണക്കുന്നതിൽ അദ്ദേഹം പ്രശസ്തനാണ്. ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ കൂടാതെ ഇതിഹാസ താരം ജഗദീഷ് ശ്രീകുമാറിന്റെ ദീർഘകാലമായി കാത്തിരുന്ന തിരിച്ചുവരവും എന്നിങ്ങനെ ആകർഷകമായ ഒരു താരനിര ഈ ചിത്രത്തിനുണ്ട്. ടീസറും മറ്റു പ്രമോഷണൽ ഉള്ളടക്കങ്ങളും ഇതൊരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് സയൻസ് ഫിക്ഷൻ ഡ്രാമയായിരിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. അവസാനം, ഇതുവരെ ഇല്ലാത്തതിൽ വെച്ച് ഏറ്റവും വലിയ പദ്ധതി. റോജൻ തോമസ് നിർമ്മാണം ചെയ്യുന്ന കഥനാർ ദ വൈൽഡ് സോർസനർ എന്ന കേരളത്തിലെ ഇടക്കെട്ട് കഥകളിലെ പുരോഹിതനും മന്ത്രവാദിയുമായ കടമറ്റത്ത് കഥനാരുടെ ഇതിഹാസ കഥ വീണ്ടും പറയുന്നു. അത്യാധുനിക വെർച്വൽ പ്രൊഡക്ഷൻ സാങ്കേതികവിദ്യ അഥവാ ദി മെൻഡലോറിയൻ എന്ന ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ചിത്രീകരിച്ച ഈ ചിത്രം ഫാന്റസി, പുരാണം, വിഷ്വൽ എഫക്ട്സ് എന്നിവ മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു തലത്തിൽ സംയോജിപ്പിക്കുന്നു. വിജയിച്ചാൽ കഥനാർ ഇന്ത്യൻ സിനിമകൾക്ക് ഹോളിവുഡിനെ അനുകരിക്കേണ്ട ആവശ്യമില്ല എന്ന് തെളിയിക്കാൻ സാധിക്കും. അത് നമ്മുടെ കൾച്ചറിൽ വേരൂന്നിയ സ്വന്തം ഇതിഹാസ ലോകങ്ങൾ കെട്ടിപ്പടുക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ 5 പുതിയ മലയാള സിനിമകൾ. അവ നമ്മെ രസിപ്പിക്കുക മാത്രമല്ല, ഇന്ത്യൻ സിനിമയെ തന്നെ പുനർനിർവചിക്കാൻ സാധിക്കും. ഹൊറർ മുതൽ ഫാന്റസി വരെ, ആക്ഷേപഹാസ്യം മുതൽ സയൻസ് ഫിക്ഷൻ വരെ, മലയാള സിനിമ ഒരിക്കൽ കൂടി ഇന്ത്യൻ കഥ പറച്ചിലിന്റെ ഒരു പരീക്ഷണശാലയായി മാറുകയാണ്. നിങ്ങളെന്ത് കരുതുന്നു? ഈ സിനിമകളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ആവേശം നൽകുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.